ഇത് തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് നാടൻ രീതിയിലൊരു കറി ഉണ്ടാക്കാമെന്ന്. ആദ്യം ഞാൻ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനേ. നല്ല ഫ്രഷായ ചെമ്മീൻ്റെ തല ഞാൻ ഇടുന്നുണ്ട്. ഇങ്ങനെ അമർത്തുമ്പോൾ ഞെങ്ങുന്ന ടൈപ്പ് തലകളൊക്കെ ഒഴിവാക്കാനേ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചെമ്മീൻ നന്നാക്കുന്നത്. കത്തിയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ചെമ്മീൻ നന്നാക്കുമ്പോൾ. കൈകൊണ്ട് ഇതാ ഈ കൊമ്പൊക്കെ ഒടിച്ചിട്ട് ഇങ്ങനെ മാറ്റുക ചെയ്യുക. ഇനി ഞാൻ മൊത്തത്തിൽ നന്നാക്കി എടുത്തിട്ട് കൊണ്ടുവരാം. ചെമ്മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് മാത്രം കേട്ടോ. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. മുളകും മഞ്ഞളും ചെമ്മീനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കറിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ചക്കായ എടുത്തിട്ടുണ്ട്. പച്ചക്കായ ഒരെണ്ണം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. മാങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ട് പുളി ഉണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക. നമുക്ക് 4 സൈഡിലുള്ള തോല് ചെത്തി എടുത്താൽ മതി, കാരണം നല്ല ഫ്രഷാണ് കേട്ടോ ഇത്. എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പച്ചക്കായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് ചെത്തി നോക്കാം, മാങ്ങയ്ക്ക് പുളി ഉണ്ടോ എന്നിട്ട് അതിനനുസരിച്ച് എടുക്കട്ടോ. തോലൊക്കെ ചെത്തി നോക്കട്ടെ. കണ്ടപ്പോൾ നല്ല ചെനപ്പുണ്ട് കേട്ടോ മാങ്ങ. മാങ്ങ ചെറിയൊരു പീസ് കഴിച്ചു കിട്ടാൻ നല്ല പുളിയാണ്. അപ്പോൾ ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി പച്ചക്കായി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ, കറ പോകാൻ വേണ്ടിയിട്ട്. ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 3/4 മുറി തേങ്ങ ഉണ്ടാവും കേട്ടോ. അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു സ്പൂണിന് പെരിഞ്ജീരകമാണ്, അതുപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയൊരു സ്പൂണിന് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നാക്കി അരച്ച് കൊണ്ടുവരാം. തേങ്ങ എല്ലാം നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നന്നാക്കി വാഷ് ചെയ്ത മാങ്ങയും തക്കാളിയും പച്ചക്കായും ഒക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങ എല്ലാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് വെള്ളം ആവശ്യം അതേ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നാലും വെള്ളം കൂടി പോകരുത്, കുറച്ച് തിക്നെസ്സിൽ വേണം കേട്ടോ കറി, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, നമ്മുടെ കറിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ ഇതാ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറിച്ചട്ടി അതിലേക്ക് വെച്ച് കൊടുക്കാനേ. നമുക്കൊരു മൂടിയെടുത്ത് അടച്ച് വയ്ക്കുക.
ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം കറിയൊക്കെ നന്നാക്കി സെറ്റായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കുക. വറവിടാൻ വേണ്ടിയിട്ട് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ, 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അടിപൊളി സ്മെല്ലാണ് കേട്ടോ ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. ഒന്ന് ചോറ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചോറിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പ്രത്യേകമായിട്ട് കറി സെർവ് ചെയ്യുന്നില്ല എന്ന്. നമ്മൾ അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ. നമ്മൾ ഈ കറിയിൽ പുളി ഒഴിച്ചിട്ടില്ല കേട്ടോ. മാങ്ങയ്ക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് ഇനി മാങ്ങയ്ക്ക് പുളി ഇല്ലെങ്കിൽ വളരെ കുറച്ച് പുളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് നമുക്ക് തോരന് ഇടിച്ചക്കയാണ് കേട്ടോ. ഇടിച്ചക്കൻ്റെ സീസൺ ആയിട്ടുണ്ട്. ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. പിന്നെ നമ്മുടെ പപ്പടം വെച്ചിട്ടുണ്ട് കേട്ടോ. കറിയിലേക്ക് പപ്പടം ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ നമ്മുടെ അരിപുട്ടിന് ഈ കറി കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചെമ്മീൻ്റെ തല കണ്ടില്ലേ വേർപെടാണ്ട് നിൽക്കുന്നത്. അതുപോലെ മാങ്ങ ചെറിയൊരു പീസ് കഴിച്ച് നോക്കിയിട്ട് നമ്മുടെ കപ്പയ്ക്ക് എങ്ങനെയാണോ പൊടി അതുപോലെ നല്ല പൊടിയുണ്ട് കേട്ടോ. നല്ല പുളിയുണ്ട്. അപ്പോൾ ചോറിലേക്ക് കുറേ കറി ഒഴിക്കുക. എന്നിട്ട് മാങ്ങ ഉടച്ചിട്ട് ഒരു ഉരുളാക്കിയിട്ട് ചെറിയൊരു കഷ്ണം പപ്പടം കൂട്ടി കഴിക്കുമ്പോഴല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ.